ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് തമാശ കളിക്കാനുള്ള ഗ്രന്ഥമല്ല. ലോക സിട്ടാവായ അല്ലാഹുവിന്റെ കലാമാണ് ഖുർആൻ. അതിന്റെ ബഹുമാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അതുകൊണ്ട് ആ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മോനെ നിനക്ക് ഓതുന്ന സമയത്ത് കരയാൻ കഴിയുന്നില്ലെങ്കിൽ നീ അഭിനയിച്ചിട്ടെങ്കിലും ഖുർആൻ കരയുന്നത് പോലെ അഭിനയിച്ചിട്ടെങ്കിലും നീ അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആനിനെ ഗൗരവത്തിലെടുത്ത് ഓതിയേക്കണേ. ഇമാം നവവി റഹിമഹുല്ലാഹ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് പഠിപ്പിച്ചു പോയി. ഇരിക്കട്ടെ, അപ്പൊ ഖുർആൻ അത് നമുക്ക് തെറ്റിച്ചോതാനുള്ള ഗ്രന്ഥം അല്ല. അല്ലെങ്കിലോ ആളുകൾക്ക് ട്രോളാൻ ഒരു അവസരം കിടക്കട്ടെ എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ തെറ്റിച്ചോതുകയാണ്. അത് ട്രോളിയിട്ടെങ്കിലും ആളുകളുടെ ഇടയിൽ ഞാൻ അറിയപ്പെടട്ടെ എന്ന് ചിന്തിച്ചിട്ടാണോ എന്നറിയില്ല. ഖുർആനിനെ തെറ്റിച്ചോതുന്നതില്ല വിധി പച്ചയായ തെറ്റ് തന്നെ, സംശയിക്കേണ്ടതില്ല. ഇത് പറയുമ്പോ ഒന്നുകൂടി ഞാൻ കൂട്ടി പറയട്ടെ. ഉമ്മമാരെ, പ്രായം ചെന്ന ഉപ്പാപ്പമാരെ, ചിലപ്പോൾ ചില പള്ളികളിൽ നിന്നിങ്ങനെ ഖുർആൻ ഓതുന്ന ചില ഉപ്പാപ്പമാരെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. ഓതുന്നത് മുഴുവനും തെറ്റായിട്ട് കേൾക്കുമ്പോ ഭയങ്കര വിഷമമാണ്. അവരോടും പറയട്ടെ, നിങ്ങൾ ഈ ഖുർആനോത്ത് നിർത്തിവെക്കണം എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. ഇന്നത്തെ കാലത്ത് എല്ലാറ്റിനും സംവിധാനങ്ങളുള്ള കാലമാണ്. നിങ്ങളെ മൊബൈൽ ഫോണിൽ നിങ്ങൾ തൊടുന്ന തോതിത്തരാനുള്ള സംവിധാനമുള്ള കാലമാണ്. അതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങൾ തെറ്റാതെ നല്ല വൃത്തിയിൽ തജ്വീദനുസരിച്ച് ഓതുന്ന ആലിമീങ്ങളുടെ ഖിറാഅത്ത് അത് കേട്ടിട്ട് അവരോടൊപ്പം ഓതിയിട്ടെങ്കിലും നമ്മൾ ഓത്ത് നന്നാക്കാൻ കഴിയുമെങ്കിൽ ശരിയായ നിലക്ക് തന്നെ ഖുർആൻ ഓതാൻ ഒന്ന് പരിശ്രമിച്ചേക്കണേ. കാരണം ഖുർആനുമായുള്ള ബന്ധമുണ്ടല്ലോ, അത് ഖുർആൻ ആഖിറത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് ശുപാർശ നിൽക്കാൻ വലിയ കാരണമായി പോയി. ആഖിറത്തിൽ ഒരാളും കൈപിടിക്കാനില്ലാത്ത രംഗമെത്തുമ്പോ, ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത രംഗമെത്തുമ്പോ, ആരും നമ്മളെ തിരിഞ്ഞു നോക്കാനും സഹായിക്കാനും ഇല്ലാത്ത രംഗമെത്തുമ്പോ, നല്ല നല്ല രൂപങ്ങളുടെ ഒരു വേഷത്തിൽ വന്നിട്ട് ഖുർആൻ പാവപ്പെട്ട ഖുർആനുമായി ബന്ധപ്പെട്ട അടിമകളെ സഹായിക്കുമെന്ന് ലോകത്തിന്റെ ഗുരുവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വെറുതെയാണെന്ന് കരുതിയേക്കല്ല. അതുകൊണ്ട് എന്റെ ഈമാനുള്ള ഉമ്മമാരെ, വയല് കേൾക്കുന്ന ഉപ്പമാരെ, ഖുർആൻ എത്രത്തോളം ശ്രദ്ധയോടെ ഓതാൻ പറ്റുമോ നിനക്ക് മുഴുവനും ശ്രദ്ധയോടെ ഓതാൻ ജീവിതത്തിൽ ശ്രമിക്കണേ.